ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 2020 എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ട് IPOകളാണ് LICയുടെ IPOയും അതുപോലെ തന്നെ UTI AMCയുടെ IPOയും. നമ്മൾക്കറിയാം LIC എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ പോപ്പുലർ കമ്പനി ആയതെന്ന്. കാരണം LIC ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ്. അതോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ ഒരു മൊണോപ്പൊളി കമ്പനിയാണ്. എല്ലാവരും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ്. കാരണം കമ്പനിയുടെ ബാക്കപ്പ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, കമ്പനിയുടെ ഗ്രോത്ത് ഇവയെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇതൊരു ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. അതിൻ്റെ ഒരു വിശ്വാസ്യത അതും ഒരു പ്രത്യേക ഫാക്റ്റാണ്. ഇനി എന്തുകൊണ്ടാണ് LIC ഇത്രയും പോപ്പുലർ ആയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലെ റീസണും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്റ്റാണ്. അതായത് 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് പ്രകാരമാണ് LIC ഇന്ത്യയിൽ ഫോം ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയത്. ഇത് പ്രകാരം അന്ന് ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെയും നാഷണലൈസ് ചെയ്ത് ഒരു സിംഗിൾ ഗവൺമെൻറ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആക്കണം എന്നായിരുന്നു 1956 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ലൈഫ് ഇൻഷുറൻസ് ആക്ട് വഴി പുറപ്പെടുവിച്ചത് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ആക്ട് വ്യക്തമാക്കുന്നത്. അതുപ്രകാരം LIC ഇന്ത്യയിൽ ഫോം ചെയ്തു. കൂടാതെ 1999, 2000 വരെ ഇന്ത്യയിൽ മറ്റൊരു പ്രൈവറ്റ് സെക്ടർ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമില്ലായിരുന്നു അല്ലെങ്കിൽ എൻട്രി ഇല്ലായിരുന്നു. അതുകൊണ്ട് LIC നല്ലതുപോലെ വളർന്നു. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ടാഗ് ഈ കമ്പനിക്ക് മുകളിൽ ജനങ്ങളുടെ വിശ്വാസ്യത കൂട്ടി. അതോടൊപ്പം തന്നെ LICയുടെ ബിസിനസ് മോഡലും ഫണ്ടും വളർന്നു. ഇത് ആ കമ്പനിയെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാക്കി മാറ്റുകയും ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് UTI AMC ഇത്രയും അട്രാക്റ്റീവ് ആയതെന്ന് നോക്കാം. UTI AMC ഇത്രയും അട്രാക്റ്റീവ് ആവാൻ കാരണം UTI AMCയിലെ ടോട്ടൽ ഫണ്ടിൻ്റെ 74% ഗവൺമെൻറ് ഹോൾഡിലുള്ള ഫണ്ടാണ്. അതായത് ടോട്ടൽ ഫണ്ടിൻ്റെ 74% ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോദ എന്നീ കമ്പനികളുടെ ഫണ്ടാണുള്ളത്. കൂടാതെ UTI AMC എന്തൊക്കെയാണ് പ്രധാനമായും ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ UTI AMCയുടെ UTI മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ EPF അഥവാ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻസ് ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കൂടാതെ NPS ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിവിധ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയും റിട്ടയേർഡ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടും കൂടാതെ പലവിധ ട്രസ്റ്റുകളുടെ ഫണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ കമ്പനിക്കും ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ടാഗ് ഉള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനി ആക്ച്വലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഓൺലി 74% ഫണ്ട് അല്ലെങ്കിൽ 74% ഫണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഇത്രയും സുദീർഘമായ ഒരു ആമുഖത്തിൽ നിന്നും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UTI AMC IPOയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി ഈ IPO വരാനുള്ള കാരണം പരിശോധിക്കാം. ഈ IPO വരാനുള്ള കാരണം 14 ആഗസ്റ്റ് 2020 ഒരു ന്യൂസാണ്. 14 ആഗസ്റ്റ് 2020 ന്യൂസ് പ്രകാരം സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ LIC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ എന്നീ കമ്പനികൾക്ക് മുകളിൽ 10 ലക്ഷം രൂപയുടെ ഫൈനാണ് ചുമത്തിയത്. കാരണം അവർ 2018 മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ആക്ട് ബ്രീച്ച് ചെയ്തു അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തു എന്ന കാരണത്താൽ. ഇനി 2008 മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ അമെൻഡ്മെൻറ്റ് ആക്ട് എന്താണ് പറയുന്നത് നോക്കാം. ഈ ആക്ട് പ്രകാരം ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സ്പോൺസർ മറ്റൊരു അസറ്റ് മാനേജ്മെൻറ്റ് ഹൗസിൽ 10% കൂടുതൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ബാങ്ക് ഓഫ് ബറോഡ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് SBI ഈ 3 കമ്പനികൾക്കും സ്വന്തമായി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ കമ്പനികൾ UTI AMCയുടെ മ്യൂച്വൽ ഫണ്ടിലും 10% കൂടുതൽ അതായത് 18.24% സ്റ്റേക്കാണ് കറൻ്റ്ലി ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സെബിയുടെ ഈ അമെൻഡ്മെൻറ്റ് ആക്ട് പ്രകാരം ഈ കമ്പനികൾ അവരുടെ UTI AMCയിലെ സ്റ്റേക്ക് വിൽക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ സ്റ്റേക്ക് വിൽക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഓഫർ ഓഫ് സെയിൽസ്, ഈ കമ്പനികൾ നടത്തുന്ന ഓഫർ ഓഫ് സെയിലാണ് UTI AMC IPOയിലെ ഷെയറുകൾ. ഈ IPOയിലൂടെ നടക്കുന്ന ഓഫർ ഓഫ് സെയിലിൽ
ടോട്ടൽ 3,89,87,081 ഇക്വിറ്റി ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും 4 കമ്പനികളാണ് ഓഫർ ഓഫ് സെയിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് ടി റോ പ്രൈസ് ഇൻ്റർനാഷണൽ എന്നീ കമ്പനികളാണ്. ടി റോ പ്രൈസ് ഇൻ്റർനാഷണൽ ഒരു USA ബേസ്ഡ് ഇൻവെസ്റ്റർ കമ്പനിയാണ്. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, ബാങ്ക് ഓഫ് ബറോഡ എന്നിവർ 1,04,59,949 ഷെയറുകൾ വീതമാണ് ഇഷ്യൂ ചെയ്യുന്നത്. കൂടാതെ PNBയും ടി റോ പ്രൈസും 38,03,617 ഇക്വിറ്റി ഷെയറുകളാണ് ഈ ഓഫർ ഓഫ് സെയിൽ വഴി ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് IPOയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. IPOയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. IPO ഓപ്പൺ ആകുന്നത് 29 സെപ്റ്റംബർ 2020 IPO ക്ലോസ് ആകുന്നത് 1 ഒക്ടോബർ 2020 IPOയുടെ ഫൈനലൈസേഷൻ 7 ഒക്ടോബർ 2020 IPO ലഭിക്കാത്തവർക്ക് അവരുടെ അപേക്ഷിച്ച തുക റീഫണ്ടായി കിട്ടുന്നത് 8 ഒക്ടോബർ 2020 IPO വഴി ലഭിച്ച ഷെയറുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് 9 ഒക്ടോബർ 2020 IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് 12 ഒക്ടോബർ 2020 IPOയുടെ ഡേറ്റ് നമ്മൾ ആൾറെഡി കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. അതായത് 29 സെപ്റ്റംബർ മുതൽ 1 ഒക്ടോബർ 2020 വഴിയാണ്. ഇനി ഈ IPOയുടെ സൈസ് നോക്കുകയാണെങ്കിൽ 2,159 കോടി രൂപയുടെ IPOയാണ്. കൂടാതെ IPO വഴി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. IPOയുടെ പ്രൈസ് ബാൻഡ് നോക്കുകയാണെങ്കിൽ ലോവർ പ്രൈസ് ബാൻഡ് 552 രൂപയും അപ്പർ പ്രൈസ് ബാൻഡ് 554 രൂപയുമാണ്. ഈ IPO വഴി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം ഷെയറുകൾ, അതായത് ഒരു ലോട്ട് 21 ഷെയറുകളെയാണ് ഉൾക്കൊള്ളുന്നത്. ഈ IPO BSEയിലും അതോടൊപ്പം തന്നെ NSEയിലും ലിസ്റ്റഡ് ആകുന്നുണ്ട്. ഇനി IPOയുടെ കാറ്റഗറൈസേഷൻ പെർസെൻറ്റേജ് നോക്കാം. ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് ബിഡിൽ 50% ആണ്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 15% ആണ് അലോട്ട് ആയിരിക്കുന്നത്. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ 35% റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബാൻഡ്. അതായത് ഈ IPOയിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ബാൻഡാണ് നൽകിയിരിക്കുന്നത്. ഇനി UTI AMCയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പരിശോധിക്കാം. ഇതിൽ ടോട്ടൽ അസറ്റ്സ് നോക്കുകയാണെങ്കിൽ 2018 മാർച്ച് ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ അസറ്റ്സ് 29,192 മില്യൺ ആയിരുന്നു. 2019 മാർച്ച് ഫിനാൻഷ്യൽ ഇയറിൽ അത് 30,132 മില്യനായി. 2020 ഫിനാൻഷ്യൽ ഇയറിൽ അത് 31,549 മില്യനായി. ഇനി റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂ 2018 ഫിനാൻഷ്യൽ ഇയറിൽ 11,627 മില്യനായിരുന്നു. 2019 ഫിനാൻഷ്യൽ ഇയറിൽ 10,808 മില്യനാണ്. 2020 ഫിനാൻഷ്യൽ ഇയറിൽ 8,909 മില്യനാണ്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ 2018 4,050 മില്യനായിരുന്നു. 2019 3,479 മില്യനാണ്. 2020 2,764 മില്യനാണ്. അതായത് റവന്യൂവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഡിക്രീസ് ആകുന്നതും അതോടൊപ്പം തന്നെ ടോട്ടൽ അസറ്റ്സ് ഇയർ ബൈ ഇയറിൽ ഇൻക്രീസ് ആകുന്നതുമാണ് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കമ്പനിയുടെ സ്ട്രോങ് പോയിന്റ്സുകൾ നോക്കാം. കമ്പനിയുടെ ഒന്നാമത്തെ സ്ട്രോങ് പോയിന്റ് UTI AMC എന്ന ബ്രാൻഡ് നെയിമാണ്. അതായത് 55 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടാണ് UTI AMC. അതിൻ്റെ സ്ട്രോങ് ബ്രാൻഡ് റെക്കഗ്നൈസേഷനും അതോടൊപ്പം തന്നെ ട്രാക്ക് റെക്കോർഡുമാണ് കമ്പനിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇനി കമ്പനിയുടെ ഇൻകം നോക്കുകയാണെങ്കിൽ 72.7% ഇൻകം കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് മാനേജ്മെൻറ്റ് ഫീസിൽ നിന്നാണ് വരുന്നത്. ഇനി നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിൻ്റെ റെക്കോർഡ് പ്രകാരം ഈ കമ്പനി, അതായത് UTI AMC മ്യൂച്വൽ ഫണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുടെ സ്ഥാനത്ത് 7ാം സ്ഥാനത്തും അതോടൊപ്പം തന്നെ ടോട്ടൽ ഫണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുടെ, അതായത് ടോട്ടൽ ഫണ്ട് ഹാൻഡ്ലിംഗ് AMCയിൽ 1ാം സ്ഥാനത്തുമാണ് ഉള്ളത്. അതായത് ലാർജസ്റ്റ് AMC ആണ്. ഇതുകൂടാതെ കമ്പനിക്ക് കറൻ്റ്ലി അല്ലെങ്കിൽ പ്രസൻ്റ്ലി 11 മില്യൺ ലൈവ് ഫോളിയോസ് ആണ് ഉള്ളത്. കൂടാതെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ 12.8% ക്ലയൻറ്റും UTI AMCയുമായി അസോസിയേറ്റ് ചെയ്തതാണ്. ഇനി കമ്പനിയുടെ
പാൻ ഇന്ത്യ പ്രസൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് 163 UTI ഫിനാൻഷ്യൽ സെൻ്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ 273 ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ്സും 51,000 ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമാണ് ഈ കമ്പനിക്കുള്ളത്. കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്പോൺസർ നോക്കുകയാണെങ്കിൽ ആൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാണ് SBI, LIC, PNB ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ എന്നിവരാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ്. കൂടാതെ ഈ കമ്പനിക്ക് ഒരു ഗ്ലോബൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കൂടിയാണ്. കാരണം ഈ കമ്പനിയുടെ 26% സ്റ്റേക്ക് US കമ്പനിയായ T. Rowe Price International ലിമിറ്റഡ് ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്. അതായത് കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡർ T. Rowe Price ആണ്. അതുകൊണ്ട് ഈ കമ്പനി ഗ്ലോബലി റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്പനി കൂടിയാണ്. ഇനി 30 സെപ്റ്റംബർ 2019 കണക്കനുസരിച്ച് UTI AMC ഏകദേശം 178ഓളം ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെയാണ് മാനേജ് ചെയ്യുന്നത്. ഇതിൽ ഇക്വിറ്റി, ഹൈബ്രിഡ്, ഇൻകം, ലിക്വിഡ് ആൻഡ് മണി മാർക്കറ്റ് ഫണ്ടുകൾ ഉൾപ്പെടുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.